ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഡബ്ബയെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടൊരു ന്യൂസൊന്നും അല്ല, എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ഒന്നും അല്ല കേട്ടോ. ശരിക്കും നമ്മുടെ വയനാട് ഭയങ്കര ദുരന്തമൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ എന്താ പറയുക, അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് നമ്മൾക്ക് മാനസികമായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങ് എഡിറ്റ് ചെയ്യാം, വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉമ്മ ഹജ്ജിന് പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ രാത്രി മുതലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. പകൽ മുഴുവൻ ഉറങ്ങുന്നിട്ട് രാത്രി ആകുമ്പോൾ എണിച്ചിരിക്കും. ഇന്നലെ 1:30 എണീറ്റു, എന്നിട്ട് 5:30 മണിയായി പിന്നെ കിടന്ന്. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലൊക്കെ ഇന്ന് ഞാൻ രാത്രി മുതലങ്ങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാത്രി രാധ ചേച്ചി വന്നിട്ടുണ്ട്. എൻ്റെ നെയ്ബറാണ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു പേരായിരിക്കും രാധ ചേച്ചി എന്നുള്ളത്. അപ്പോൾ രാധ ചേച്ചി രാത്രി എന്താ പറയുക, ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ വരാറുണ്ട്. കൊച്ചിനെ കാണാനും ഒക്കെ ആയിട്ട് വരും, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനൊക്കെ ആയിട്ട് വരും കേട്ടോ. അത്ര തിരക്കിട്ടേക്ക് മാത്രമേ വരാതിരിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഞാൻ രാത്രി കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ഞാനൊരു തട്ടിക്കൂട്ട് കറി അങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയും അതുപോലെ തന്നെ മുരിങ്ങാക്കോലൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അത് വെച്ചിട്ടൊരു കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തക്കാളിയും അതുപോലെ തന്നെ മുരിങ്ങാക്കോലൊക്കെ ഞാൻ നന്നാക്കി എടുത്ത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കഴുകി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു പാനങ്ങ് അടുപ്പത്തേക്ക് വെച്ചും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ മുരിങ്ങാക്കോലും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കണം. തേങ്ങ അരയ്ക്കാനുള്ള കറിയാണിത്. തേങ്ങ പൊട്ടിക്കാൻ നേരത്തെ ഇതുപോലെ ഒരു 3 പട്ടാളം എൻ്റെ പുറകെ ഉണ്ടാവും കേട്ടോ, തേങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട്. പിന്നെ 3 പേരും കൂടെ ഷെയർ ചെയ്ത് അങ്ങ് കുടിച്ചു കേട്ടോ. അത് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങ അങ്ങ് ചിരകി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സംസാരം നടക്കും കേട്ടോ. നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ പറയാമല്ലോ. അപ്പോൾ പണികളും പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുരിങ്ങാക്കോലും തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാട്ടോ. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകി ഇത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ മുഹമ്മദ് തേങ്ങ കടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനൊന്നും പറയാറൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ തേങ്ങ കടിച്ച് തിന്നാനും ഒക്കെ ഒരുപാട് കൊതിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ഉമ്മമാർ നമ്മളെ ചീത്ത പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പിള്ളേരെ ചീത്തയൊന്നും പറയാറില്ല, അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ കറിവേപ്പില തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള കറിവേപ്പിലയിൽ നിന്ന് കുറച്ച് പറിച്ചിട്ടുണ്ട്. അതൊരു പരുവായിട്ടുണ്ട് കേട്ടോ, നമ്മൾ പറിച്ച് പിന്നെ ഞാനത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമുക്ക് അരപ്പ് ചേർക്കാവുള്ളൂ. കാരണം പിന്നീട് നമ്മളിത് തിളപ്പിക്കത്തില്ല, തിളപ്പിച്ചാൽ പിരിഞ്ഞ പോലെ ആവും കറി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറവിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പൊട്ടിച്ച് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെറിയുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു കറി. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയി. വാപ്പ വന്നു കേട്ടോ. വാപ്പ വന്നു, കടയിൽ നിന്ന് വന്നു. വാപ്പായും കൊച്ചും കൂടെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ വാപ്പയുടെ പ്ലേറ്റിൽ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അത് നമ്മുടെ പൂച്ചകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പൂച്ചകൾ വാപ്പ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരിക്കും ചോറ് ഉണ്ണാനൊക്കെ ആയിട്ട്. അപ്പോൾ രാജിച്ച് പോയി കേട്ടോ. രാജിച്ച് ഒരു സിനിമയൊക്കെ ആവേശം സിനിമ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആൾ പോയി. അവിടെ ജോലി സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ കാണാനൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളൊരു പുട്ടുകുടം പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി പാത്രങ്ങളൊന്നും അടുക്കളയിലേക്ക് മേടിക്കണില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു കേട്ടോ. നമ്മൾ തീരുമാനിച്ചാലും ഒന്നും നടപ്പാവണില്ല, അതാണ് പ്രശ്നം. നമ്മുടെ പുട്ടുകുടം ഒന്ന് കത്തിപ്പോയി കേട്ടോ. കത്തിപ്പോവല്ല, ഇതാ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ചോർച്ച വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുട്ട് ഉണ്ടാക്കാനായിട്ട് പുട്ടുകുടം ഇല്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം പുതിയത് മേടിച്ചു കേട്ടോ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വെള്ളിയാഴ്ച പാത്രക്കാരൻ്റെ കയ്യിൽനിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അലൂമിനിയത്തിൻ്റെയാണ് മേടിച്ചേക്കണം. ഇതിന് മുന്നേ ഞാൻ അലൂമിനിയമൊക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്താണോ പുട്ടുകൂടെ ഒന്നും എനിക്കിവിടെ വാഴണേ ഇല്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ കത്തിപ്പോവോ അല്ലെങ്കിൽ ഇതുപോലെ താഴെ വീണ് പൊട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അയാനും ചോറും ഉണ്ട് കേട്ടോ വാപ്പാടൊപ്പം ഇരുന്ന്. അപ്പോൾ നമ്മുടെ പൂച്ചകളൊക്കെ റെഡി ആയിട്ടുണ്ട്. വാപ്പ ഇറങ്ങി ചെന്നപ്പോഴേക്കും കഴിക്കാനായിട്ട്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ മീച്ചയൊന്നും ഇല്ല കേട്ടോ. ചോറ് കൊടുത്തിട്ട് എല്ലാവരും ചോറ് അവിടെ ഇട്ടേച്ചും മാറി നിൽക്കണയാണ്. എന്നിട്ട് പിന്നെ നല്ല വിശപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ കഴിക്കത്തുള്ളൂ കേട്ടോ. മറ്റേതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മീൻ കറിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണ് കൊടുക്കാറ്. ഇന്നിപ്പോൾ വെറും പച്ചക്കറിയൊക്കെ ആയതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളക്കടല അങ്ങ് വെള്ളത്തിൽ ഇടാൻ കേട്ടോ. അപ്പോൾ രാവിലത്തെ
ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ. നമുക്ക് നാളെ വെള്ളക്കടല മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും സാലിയും കൂടെയും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇക്ക ഇല്ല കേട്ടോ, അതാണ് ഇക്കനെ കാണാത്തത്. ഇക്ക ഡ്യൂട്ടിയിലാണ് ആൾ. ഇന്ന് നൈറ്റും ഡേ ഒക്കെ കൂട്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നാളെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ കറിയും ചോറൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ നല്ല കുശാലായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമായിരുന്നു. ഈ ഒരു കറി മാത്രമായിട്ട് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അച്ചാറാണെങ്കിലില്ല, പപ്പടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷേ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കറി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, തോരനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അതേ വാപ്പ വന്നപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമ്മിത്തല്ലാണ് കേട്ടോ. മുഹമ്മദ് ആർക്കും കൊടുക്കത്തൊന്നുമില്ല, അവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അയാന് വലിയ ഇഷ്ടമായതുകൊണ്ട് അയാന് കൊടുക്കണതാണ്. അപ്പോൾ സാലി എടുത്തതിന് അവിടെ ബഹളമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ വാങ്ങി സാലിക്ക് കുറച്ച് കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ ഞാൻ സാലിക്ക് ചോറ് വാരി കൊടുത്തു. അപ്പം ഞാൻ അധികം കഴിച്ചില്ല കേട്ടോ. എനിക്കെന്തോ ചോറ്, ഞാൻ ഈ ഒരു പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം എനിക്ക് രാത്രി ചോറ് തിന്നാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണെങ്കിലും എനിക്ക് ചോറ് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് രാത്രിയാണ് കഴിക്കാൻ പറ്റണില്ല കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ അതേ ഉള്ള ചോറ് മുഴുവനും സാലിനെ വാരി കഴിപ്പിച്ചു. എന്നിട്ട് വന്നിട്ട് ഞാൻ അതേ കുറച്ച് തേങ്ങ ചിരകിയെടുത്തു. പിന്നെ അതുപോലെ ശർക്കര ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് അംഗൻവാടിയിൽ നിന്ന് ശർക്കര കിട്ടുന്നുണ്ട്. 6 മാസം വരെ കിട്ടും കേട്ടോ. പ്രഗ്നൻസി ആയിരുന്ന സമയം മുതലേ കിട്ടണതാണ്. അപ്പോൾ ആ ഒരു ശർക്കരയും ഞാൻ ചീകിയെടുത്ത് കുറച്ച് അവൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നും കൂടി ഞാൻ നന്നായിട്ട് നനച്ചിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചോറിന് പകരമായിട്ട് ഞാൻ കൂടുതലും ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്, അവൽ നനച്ചതോ അല്ലെങ്കിൽ പുട്ട്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുഹമ്മദ് അവിടെ ഇരുന്ന് എന്താ പറയുക, പാത്രത്തിൻ്റെ മൂടിയൊക്കെ ഉരുട്ടി കളിക്കുകയാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിച്ച മാതിരി തന്നെ അവരും കളിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞോളെ എന്നെ എടുക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയാന് കുഞ്ഞോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞെക്കി പിടിച്ച് ഒരു ഉമ്മൊക്കെ കൊടുക്കണം. അപ്പോൾ ആൾ അപ്പോഴത്തേക്ക് ഉറക്കത്തിൽ നിന്നൊക്കെ എണീക്കുകയൊക്കെ ചെയ്യും. ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആ ഒരു പുട്ടുംകുടത്തിൻ്റെ ചില്ല് അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചില്ല് പിന്നെ അവിടെ കിടന്ന് കിട്ടിയായിരുന്നു, പക്ഷെ ആരാ അത് അവിടെ കൊണ്ട് ഇട്ടേന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാവണേ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് മേശയിൽ അയാൻ ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ ബാലൻസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് അവൽ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവൽ കഴിക്കുമ്പോൾ എന്തായാലും ഇവർ എൻ്റെ പുറകെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്കും കൂടി ഉള്ളത് ഞാൻ നനച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചായയും ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയിൽ കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. കൊച്ചിനും അതുപോലെ സാലിക്കും അയാനും ഒക്കെ കുറേശ്ശെ ഞാൻ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ചോറും ഉണ്ടാക്കണതുകൊണ്ട് അധികം കഴിക്കത്തില്ല, എന്നാലും കുറേശ്ശെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്നെ കഴിപ്പിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കും കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞോളം ഉറക്കത്തിൽ നിന്ന് എണീറ്റു. സാലി പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവലിൽ കുറച്ച് കട്ടൻ ചായയും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ കുടിക്കാറ്. അപ്പോൾ കുറച്ചും കൂടെയും സോഫ്റ്റ് ആവുമല്ലോ അവൽ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കൂടുതലും അവൽ ചായയിലിട്ട്, പുട്ട് ചായയിലിട്ട്, പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചായയിലിട്ട്, മിച്ചർ, അങ്ങനെ എല്ലാം ചായയിലിട്ട് കഴിക്കണ ഒരു ശീലം ഉണ്ടായിരുന്നു. അതുപോലെ ചെറുപയറൊക്കെ ഒലുത്തിയിട്ട് അത് ചായയിലിട്ട് കഴിക്കും. അപ്പോൾ ആ ഒരു ശീലം ഇപ്പോഴും എനിക്കുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇക്ക പറയും, ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയും. ഇവിടെ ഇക്ക കളിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ്. എൻ്റെ പിള്ളേർക്കും ഞാനത് ശീലിപ്പിക്കാറുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അത് ശീലിക്കുകയാണെങ്കിലും നമുക്കതൊരു ഉപകാരമാണ്. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞോളെ കുറച്ച് നേരം ഞാനിങ്ങനെ ആട്ടി ആളെ ഉറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കും ഉറങ്ങണം. ഇന്നൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ടാസ്ക്കാണത് ശരിക്കും പറഞ്ഞാൽ. കാരണം എല്ലാ എണ്ണവും എൻ്റെ അടുത്തായിരിക്കും കേട്ടോ. ഒറ്റെണ്ണം എൻ്റെ അടുത്തുനിന്ന് പോകില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ മുഹമ്മദ് എൻ്റെ കൂടെ കിടക്കണേന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് എന്താ പറയുക, ഞാൻ ഡെലിവറിക്ക് പോണതിൻ്റെ തലേന്ന് വരെ മുഹമ്മദ് എൻ്റെ കൂടെയാണ് കിടന്നുറങ്ങിയത്. അതും എൻ്റെ മേത്ത് കെട്ടിപ്പിടിച്ചിട്ടല്ലാണ്ട് ആൾ ഉറങ്ങത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഛർദ്ദിച്ചൊക്കെ ഞാൻ അവശതയായി കിടക്കുമ്പോഴും അവൻ വന്നിട്ട് എന്താ പറയുക, എന്നെ കെട്ടിപ്പിടിച്ചിട്ടേ കിടക്കുള്ളായിരുന്നു. പക്ഷെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ആൾ എന്താ പറയുക, ശരിക്കും ടോട്ടലി മാറിപ്പോയിട്ട് ആൾ വാപ്പാടെ കൂടെയാണ് കിടക്കാറ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിക്കുമായിരുന്നു എന്ത് ചെയ്യും, കൊച്ചെൻ്റെ കൂടെ നിന്ന് മാറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആൾ എന്താ പറയുക, നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മൾ ഒരു രീതിയിലും അങ്ങനെ കിടക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്താണോ എൻ്റെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞ ആൾ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. നമുക്ക് ശരിക്കും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ നമുക്കത് എന്താ പറയുക സംഭവിക്കാം. പല വിഷമങ്ങളും നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാവാം കേട്ടോ. നിസ്സാരം എന്ന് തോന്നുന്ന പല വിഷമങ്ങളും നമുക്കുണ്ടാവും. അതിലൊന്നായിരുന്നു കേട്ടോ ഇവൻ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു അകൽച്ച വന്നപ്പോൾ എനിക്കത് കാര്യം നല്ലതാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അതൊരു വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ അതേ രാവിലെ ഞാൻ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. കാരണം രാത്രി ഇവർ എന്താ പറയുക, ഇവർക്കൊരു റൂം കൊടുത്തിട്ടുണ്ട് കിടക്കാനൊക്കെ ആയിട്ട്. പക്ഷെ 2 പേരും അവിടെ കിടക്കില്ല കേട്ടോ. ഇങ്ങനെ രാത്രി ആകുമ്പോൾ കുറച്ച് നേരം എൻ്റെ കൂടെ കിടക്കും, കുറച്ച് നേരം വാപ്പാടെ കൂടെ കിടക്കും. അങ്ങനെ മാറി മാറി കിടക്കലൊക്കെയാണ്. ഞാൻ ദേ എണീറ്റ് വന്നപ്പോൾ 2 പേര് ദേ ദിവാങ്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണയാണ് കേട്ടോ. പിന്നെ മുഹമ്മദ് ഇന്നലെ എൻ്റെ കൂടെയാണ് കിടന്നതും. അപ്പോൾ ദേ നമ്മുടെ കുഞ്ഞോളെ ഇനി അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ദേ ഇങ്ങനെ കിടത്തൂട്ടോ കുറച്ച് നേരം. ഇപ്പോൾ കുഴപ്പമില്ല, ആൾ ചെരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്ലാവുമ കിടത്താനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കുഞ്ഞോളെ അങ്ങനെ കിടത്താം എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ദേ നമ്മൾ ഫ്രഷൊക്കെ ആയി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കറി ഒന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ നമ്മൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇനിയിപ്പോൾ കടലക്കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുക്കറിലാണ് കടല വേവിച്ചെടുക്കുന്നത്. വെള്ളക്കടലയാണ്, നന്നായിട്ട് വെന്ത് കിട്ടിയാലാണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള സവാള നന്നാക്കി എടുക്കുകയാണ്. സവാള നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കനം കൂടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം കടല ഓൾറെഡി വെന്ത് കിട്ടാനായിട്ട് അത്യാവശ്യം സമയമെടുക്കും. ആ സമയം കൊണ്ട് തന്നെ സവാളയും നന്നായിട്ട് വെന്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. കാരണം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടലയുടെ മുകളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് സാലിക്ക് വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. സാലിക്കും അയാനും കുളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതേ ഞാൻ പുട്ടാണെന്ന് ഉണ്ടാക്കുന്ന, അപ്പോൾ പുട്ടിനുള്ള പൊടി കുഴച്ചെടുക്കണതാണ്. നമ്മൾ ചൂടുവെള്ളത്തിൽ വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. എന്നിട്ടാണ് ഞാനത് മിക്സിയിൽ ജാറിൽ അടിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞോൾക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, ആൾ കരച്ചിലൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് എടുത്ത് എന്താ പറയുക സോൾവ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ സാലി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൊച്ചിനെ സാലീനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇതേ ഞാൻ പുട്ടിനുള്ളത് അടിച്ചെടുക്കാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ പുട്ടിങ്ങനെയാണ് ഉണ്ടാക്കാറ്. എന്താ പറയുക ചൂടുവെള്ളത്തിൽ വെള്ളം പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കും. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എന്താ പറയുക കറക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ ഇതാണ് പുട്ടുണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സാലി കൊച്ചിനെയും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുഹമ്മദിനെ ആണെങ്കിലും നമ്മുടെ കുഞ്ഞോളെ ആണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാറ്, കൊച്ചിനെ എടുത്ത് ഹെൽപ്പ് ചെയ്യണത് നമ്മുടെ സാലി തന്നെയാണ്. അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഒരു തേങ്ങയും കൂടെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതേ പുട്ടിൻ്റെ ചില്ലിൻ്റെ ഹോളാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ തേങ്ങയൊക്കെ ചാടി പോകാതിരിക്കണ ഭാഗ്യം കേട്ടോ. അപ്പോൾ എന്താ പറയുക ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തു, പുട്ടിൻ്റെ മാവ് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ പുട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി വേവിച്ച പുട്ടായതുകൊണ്ട് തന്നെ, വാട്ടിയ പുട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ഒരു പുട്ടാവും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ചോറിൽ വെള്ളമൊക്കെ ഉണ്ടോ, അരി വെച്ചേക്കണേൽ വെള്ളമുണ്ടോ ഇല്ലെങ്കിൽ ഒഴിച്ചൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ വാപ്പായാണ് കേട്ടോ. വാപ്പ എണീക്കുമ്പോൾ തന്നെ അരി അടുപ്പത്തിടും, പിള്ളേർക്ക് വെള്ളം കുളിക്കാനൊക്കെ ഉള്ള വെള്ളം ചൂടാക്കി വെച്ചേക്കൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുമ്പോൾ നമുക്ക് പണികളൊന്നുമില്ല. പിന്നെ അതേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു തോരനും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അതേ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവി വന്നിട്ടുണ്ട്, നമുക്ക് പുട്ടങ്ങ് കൊത്തിയെടുക്കാം. അപ്പോൾ കാസറോളിലോട്ട് എന്താ പറയുക കുത്തിയെടുത്തോണ്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ തിരക്ക് പിടിച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഇക്കാക്കൊക്കെ ഇഷ്ടം ഇതുപോലെ എന്താ പറയുക പുട്ടുണ്ടാക്കണതാണ് കേട്ടോ. അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ പുട്ടുണ്ടാക്കണതൊന്നും വലിയ ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ കുഞ്ഞിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കണ ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കിയേക്കണ പുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുട്ടുണ്ടാക്കി നമ്മൾ കുറ്റിയിൽ പുട്ടുണ്ടാക്കി കഴിക്കണേ കേട്ടോ. പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇഡ്ഡലി ചെമ്പിൽ ഇടയ്ക്കൊക്കെ നമുക്ക് തിരക്കുള്ളപ്പോഴൊക്കെയാണ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പൊടികളൊക്കെ ചൂടാക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തേക്കണെയാണ്. മസാലപ്പൊടി മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ചൂടാക്കിയിട്ട് കടുകും പൊട്ടിച്ച് അതുപോലെ കറിവേപ്പില ഇട്ടിട്ട് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ മീൻകാരൻ ഇക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൊഴുവ
ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇവിടെ കൊഴുവാന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ ഞാൻ കുറച്ച് കൊഴുവയും വാങ്ങി വറക്കാമെന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് കൊച്ചിനെ നോക്കാൻ ആളില്ലാത്ത സമയത്ത് നന്നാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേറെ മീനൊന്നുമില്ല, ഈ ഒരു മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങി. പിന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചു, കാരണം എപ്പോഴാണ് നന്നാക്കണേന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ മുൻകൂട്ടി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ പിള്ളേരും പോവും, അതുപോലെ തന്നെ വാപ്പായും പോകും കേട്ടോ. അപ്പോൾ വാപ്പാക്കുള്ള പുട്ട് ഞാൻ അതേ പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. പുട്ടും അതുപോലെ തന്നെ കടലയും ആക്കി കൊടുക്കുകയാണ് കേട്ടോ. വാപ്പാക്ക് കൊടുത്തു. അതിനുശേഷം ഞാൻ പിള്ളേർക്ക് പാത്രത്തിൽ വിളമ്പി എടുക്കുകയാണ്. അപ്പോൾ അവർ റെഡി ആയിട്ട് നിൽക്കണേ എന്നാന്ന് വെച്ചാൽ മദ്രസ ഉണ്ടെന്ന്, മദ്രസയിൽ പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയാൻ റെഡിയായി ബാഗൊക്കെ ഇട്ട് വന്ന് നിൽക്കണതാണ്. ഇനിയിപ്പോൾ സാലിക്ക് അതുപോലെ തന്നെ അയാനും ഒരുപാട് വെക്കുന്നില്ല, കാരണം അയാന് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് അയാന് കുറച്ചുള്ളൂ, സാലിക്ക് കുറച്ചുകൂടി കൂടുതൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. പിന്നെ അതേ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയും കൂടെ ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കാൻ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മുഹമ്മദ് എന്താ പറയുക വന്നിട്ട് ദിവാങ്കോട്ടുമ്പോൾ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ മാറി മാറി നടക്കും. നമ്മൾ പിന്നെ ചെന്നിട്ട് വേണം പല്ലേപ്പിക്കാനും കുളിപ്പിക്കാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുഞ്ഞോളും ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അയാന് വാരി കൊടുക്കുകയാണ്. അയാൻ വാരി കൊടുക്കുമെന്ന് ചോദിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വാരി കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴൊന്നും വാരി കൊടുക്കുമൊന്നുമില്ല കേട്ടോ, എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഒന്നാമത് എനിക്ക് സമയം ഉണ്ടാവില്ല വാരി കൊടുത്തുകൊണ്ടിരിക്കാനൊന്നും ആയിട്ട്. അപ്പോൾ അയാൻ കഴിക്കാണ്ട് പോകും, അതുകൊണ്ട് ഞാനങ്ങ് വാരി കൊടുത്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാനും ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം കൊച്ചു ഉറങ്ങാണല്ലോ. എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ എടുത്തു വെച്ചിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞോളം ഉറക്കത്തിൽ നിന്ന് എണീറ്റു കേട്ടോ. പിന്നെ അതവിടെ എന്താ പറയുക സ്റ്റോപ്പാക്കേണ്ടി വന്നു. അപ്പോൾ കൂടുതലും നമ്മുടെ സാലിയാണല്ലോ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സാലീനെ കാണുമ്പോൾ ആൾ നല്ല ചിരിയൊക്കെ ചിരിക്കും കേട്ടോ. നമ്മൾ എന്താ പറയുക പറയുമൊന്നും വേണ്ട, ആൾ നല്ല ചിരിയിരിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിള്ളേരൊക്കെ മദ്രസയിൽ പോയിട്ടോ. ഒക്കെയല്ല, രണ്ടുപേരും മദ്രസയിൽ പോയി. അപ്പോൾ നമ്മുടെ കുഞ്ഞോള് വീണ്ടും ഉറങ്ങി കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ ആൾ. കണ്ടിന്യൂസ് അങ്ങനെ ഞാൻ പകൽ ഉറക്കാറില്ല, ചെറിയ ചെറിയ ഉറക്കം ഞാൻ കൊടുക്കാറുള്ളൂ, കാരണം രാത്രി അല്ലെങ്കിൽ ഉറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ നഖമൊക്കെ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നഖമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോണതിന് മുന്നേ തന്നെ കുഞ്ഞ് നഖം വെട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പിള്ളേരെ നഖം വെട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു നഖം വെട്ടി വെച്ചാവുമ്പോൾ നമുക്ക് പേടിക്കാനും ഇല്ല. അപ്പോൾ ഞാൻ വേഗം ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതിന് മുന്നേ നഖം അങ്ങ് വെട്ടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെട്ടിയിടാമെന്നാണ് വിചാരിച്ചേക്കണേ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആളുടെ പാദസരം ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയായതുകൊണ്ട് തന്നെ നമ്മൾ അരഞ്ഞാണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കുഞ്ഞു പാദസരമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണല്ലേ, ആദ്യത്തെ കുട്ടികൾക്കൊക്കെ എല്ലാം മേടിക്കാനും ഒക്കെ പറ്റും നമുക്ക്. പിന്നെ അങ്ങോട്ടൊക്കെ പോകും തോറും നമുക്ക് എന്താ പറയുക മേടിക്കാനൊന്നും പറ്റാറില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞോൾക്കും നമ്മളൊരു പാദസരം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അരഞ്ഞാണം വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ പാദസരാണെങ്കിൽ ഒരു ചെറിയ പാദസരമാണ്, എന്നാൽ പോലും നമ്മുടെ കുഞ്ഞുവിൻ്റെ കാലിൽ നിന്ന് അത് ഊരിപ്പോക്കാണ്. എപ്പോൾ നോക്കിയാലും ഊരിപ്പോവലാണ് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം പോയി, നമുക്കത് തിരിച്ച് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വീണ്ടും അതൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്താ പറയുക പാദസരം ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൊച്ചിനെ ഇടിയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കെട്ടിയിട്ടിട്ടാണെങ്കിൽ ഇടിയിക്കാമെന്നൊക്കെ വിചാരിച്ചേക്കണേ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് അത് ഞാൻ നൂലിൽ കെട്ടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുഹമ്മദിനെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് ആളെ എന്താ പറയുക കുട്ടപ്പനായിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ പുട്ടും കടലയും എടുത്തിട്ട് കുറേശ്ശെ കൊടുക്കാൻ കേട്ടോ. ഞാൻ ആൾ പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആളെ റെഡിയാക്കാൻ വിടാനൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് തലയിൽ ക്രീം തേച്ച് കൊടുക്കണതാണ് കേട്ടോ. ഒരു പാരച്യൂട്ടിൻ്റെ ക്രീമാണ്. വാപ്പിച്ച് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. വാപ്പിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണത്. അപ്പോൾ വാപ്പിച്ച് വരുമ്പോഴൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ തേച്ച് കൊടുത്തു, തലയ്ക്ക് ഇരി വെച്ചു, കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കൺവെൻഷൻ ഇടാറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇടാറില്ല കേട്ടോ. അപ്പോൾ ആ ഒരു എന്താ പറയുക ആൺകുട്ടിയല്ലേ, ഇനി ഇടണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ആൾ റെഡിയായി ഇനി അംഗൻവാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടവലൊക്കെ വേണമെന്ന് പറഞ്ഞ് പോക്കറ്റിൽ ടവലൊക്കെ മടക്കി എന്താ പറയുക സെറ്റാക്കി വെപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ ബാഗാണ് കേട്ടോ അംഗൻവാടി പോയി തുടങ്ങിയത്. പിന്നെ 3 ബാഗും ഇതുപോലത്തെ ടൈപ്പാണ് കേട്ടോ വാങ്ങിയത്. ആദ്യം ഞങ്ങളാണ് വാങ്ങിയത്. അപ്പോൾ അത് പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ വാപ്പ അതുപോലെ തന്നെ വേറെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞതാണ് വാപ്പാനോട് ഇങ്ങനത്തെ ബാഗ് വാങ്ങണ്ടായിരുന്നു, പെട്ടെന്ന് പോകും കേട്ടോ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ 3ാമതും ആ ബാഗ് പോയതിന് ശേഷം വീണ്ടും വാപ്പ അതേ സെയിം സാധനം തന്നെ വീണ്ടും വാങ്ങിയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാപ്പാനോട് വീണ്ടും പറഞ്ഞു, വാപ്പ എന്തിനാ വാപ്പ ഇത് വാങ്ങിയത്, തിരിച്ചു കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോൾ വാപ്പ എന്ത് ചെയ്ത് സമ്മതിക്കണില്ല. ഇനിയിപ്പം അടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് അടുത്തത് നല്ലത് വാങ്ങാമെന്ന് പറഞ്ഞു.
അങ്ങനെ അതേ ആളെ അനിയൻ കൊണ്ടുവന്നാക്കിട്ടോ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാനും കൊച്ചും ഉള്ളൂ. ഇനിയിപ്പോൾ കൊച്ചിനെ കുളിപ്പിക്കുക, കൊച്ചിൻ്റെ പുറകെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതേ കൊച്ചിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ആൾ അവിടെ കണ്ണൊക്കെ എഴുതി ഉടുപ്പൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നതേ എന്താ പറയുക, മദ്രസയിൽ നിന്ന് ചോറുണ്ടായിരുന്നു കേട്ടോ, നെയ്ച്ചോറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പിള്ളേർക്ക് കുശാലായിട്ടോ. അപ്പോൾ അവർ വേഗം ഇതേ പാത്രത്തിലാക്കി കഴിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ക്വാണ്ടിറ്റി ഉള്ള ചോറായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ചില ദിവസങ്ങളിൽ എന്താ പറയുക, അവർക്ക് മാത്രം കഴിക്കാനുള്ള റൈസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ നമുക്കും കൂടെ കഴിക്കാനുള്ള റൈസ് അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ റൈസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പാത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം. അപ്പം ഞാനും അതിൻ്റെ ഒപ്പം തന്നെ കഴിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുറച്ച് ഞാൻ കഴിക്കും കേട്ടോ, നെയ്ച്ചോറായതുകൊണ്ട്. അപ്പോൾ അതേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞോള് കരച്ചിലങ്ങ് തുടങ്ങി. പിന്നെ ഞാൻ ആളെ എടുത്തു വെച്ചുകൊണ്ടിരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരും കഴിച്ചിട്ടും കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ മുഹമ്മദിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു, ആൾ അംഗൻവാടിയിൽ നിന്ന് വരുമ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ ഒരു തോരനങ്ങ് ഉണ്ടാക്കുകയാണ്. കടുക് പൊട്ടിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു, ഉള്ളിയും മുളക് ഇടിച്ചത് ചേർത്തു, കറിവേപ്പിലിട്ടു. പിന്നെ രാവിലെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ പയറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ പയർ തോരൻ ഉണ്ടാക്കാണ് കേട്ടോ. കാരണം വാപ്പാക്ക് എന്താ പറയുക, കറി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ അതേ വാപ്പ വന്നപ്പോൾ പാല്, കാരണം ഉമ്മച്ചി, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഉമ്മച്ചി വരുമെന്ന്, അപ്പോൾ ഉമ്മച്ചിക്ക് നോമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാലും പിന്നെ അതുപോലെ തന്നെ പത്തിരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പത്തിരിയും പിന്നെ സമൂസ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പായതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ. ഇനിയിപ്പം ഞാൻ വിചാരിച്ചു, ഇനി ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കറി നമ്മുടെ എന്താണ് തക്കാളിയും മുരിങ്ങാക്കോലും കൂടി വച്ചിട്ടുള്ള കറി ഇനി ആർക്കും അങ്ങ് ചെല്ലത്തില്ല കേട്ടോ. അത് ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്, ഫ്രീസറിൽ എടുത്ത് വെക്കാണ് കേട്ടോ. കാരണം പിറ്റേന്നത്തേക്ക് നമുക്ക് എടുക്കാമല്ലോ. ഇന്നിപ്പോൾ വലിയ മീച്ചലാന്ന് വിചാരിച്ചാലും കറി ഇല്ലാത്തപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇവർ കൂട്ടിക്കോളും. അപ്പോൾ ഞാൻ വേഗം അത് ഫ്രീസറിലേക്ക് മാറ്റി. കറി വളരെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ ഉണ്ടായിരുന്നതുകൊണ്ട് അത് എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലിടാണ്, ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. അങ്ങനെ ചിക്കൻ നന്നായിട്ട് ഞാൻ കഴുകി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തക്കാളി ഇല്ലാത്ത കാര്യം ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ വേഗം സാലീനെ വിളിച്ചിട്ട് സാലിയുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് തക്കാളി വാങ്ങിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊരു കടയുണ്ട്, അവിടെയാണ് വിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കറി അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടെയും ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് അടുക്കളയിൽ. അപ്പോൾ അതേ ഞാനൊരു ചട്ടി അങ്ങ് അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, സവാള ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇടിച്ചെടുക്കണതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വളരെ ചെറിയ കറിവേപ്പിലയാണ് കേട്ടോ, അതാണ് ഞാൻ ഈ പാതിരി പയ്യെ നിന്ന് ഇടണേ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സാരി തക്കാളി മേടിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ ആരോ റൂട്ട് ബിസ്ക്കറ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞിലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങി കഴിക്കണേക്കായിരുന്നു. അപ്പോൾ അതും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ തക്കാളി ഒരെണ്ണം എടുത്തു, കഴുകി അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാളയും തക്കാളിയും എല്ലാം വഴന്ന് വരാൻ കുറച്ച് സമയം എടുക്കില്ല. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് പോയിട്ട് അടിച്ചു വാരമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു റൂമൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉമ്മച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചില്ല എന്ന് മാത്രം, ഉമ്മച്ചി വന്നിട്ടുണ്ട്. ഉമ്മച്ചി ഇക്കാടൊപ്പം രാത്രി വരാമെന്നും പറഞ്ഞിട്ടാട്ടോ ഇരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഇവിടം വരെ ബൈക്കിൽ ഇരുന്ന് വരുമ്പോഴേക്കും നടുവിന് ഏകദേശം തീരുമാനമാവും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങ് ബസ് കയറി പോരേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വാപ്പിച്ചി ഇവിടെ ഇല്ല, ഉമ്മച്ചി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ബസ്സിന് വരാതെ അല്ലാണ്ട് വേറെ നിവർത്തിയില്ല കേട്ടോ. അങ്ങനെ ഉമ്മച്ചി ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല മഴയാണല്ലോ ഇപ്പം. നമ്മുടെ വയനാടൊക്കെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അവരെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരല്ലേ. അവർ മാത്രമല്ല, ഈ ഒരു മലപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും പേടിച്ച് തന്നെ ആയിരിക്കും ജീവിക്കണം. കാരണം എപ്പോൾ വേണമെങ്കിലും എന്തൊക്കെ സംഭവിക്കാം ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവരും ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും ഈ സംഭവം നടന്നപ്പോൾ അവർ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിയ ആൾക്കാരാണ്. ഇങ്ങനൊരു സംഭവമേ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആരും അറിയില്ലല്ലോ. നമ്മൾ നേരം വെളുത്തപ്പോഴാണ് വാർത്തയിൽ അറിയണതൊക്കെ. ശരിക്കും സങ്കടമായിപ്പോയി, വാർത്തയൊക്കെ കേൾക്കാനേ പറ്റണില്ല. കാരണം ഓരോ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പോയതും അങ്ങനെ ഓരോ കഥകളും സത്യം പറഞ്ഞാൽ കേൾക്കാനേ പറ്റുന്നില്ല കേട്ടോ, വാർത്ത ന്യൂസ് വെക്കണ സമയത്ത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ഒരു സമയത്ത് ഇതേ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് ചൂടാക്കി അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ചോദിച്ചു എന്നായിരുന്നു മോന് മിഠായി വാങ്ങിക്കാൻ പൈസ കിട്ടിയില്ലല്ലേ.
ഇനി നിനക്ക് കറക്റ്റ് പൈസ തന്നിട്ടല്ലേ? കറക്റ്റ് പൈസ തരണം. ആ പിന്നെ തക്കാളിക്ക് എത്രയാണ്? 50 അല്ല 30 കണ്ടെന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ സെറ്റൊക്കെ അതേ മുറ്റത്ത് പോയി കളിക്കാനാണ് കേട്ടോ. ക്രിക്കറ്റ് കളി അങ്ങനെ എന്തൊക്കെയോ കളിയിലായിരുന്നു. അപ്പോൾ അതേ കളിച്ച് ക്ഷീണിച്ച് രണ്ടുപേര് വന്ന് വെള്ളം കുടിക്കണതാണ് കേട്ടോ. അപ്പോൾ അതേ കുടിക്കാനുള്ള വെള്ളം അവിടെ ഒരു ബക്കറ്റിൽ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ നല്ല അധ്വാനമായിരുന്നു തോന്നുന്നു കേട്ടോ, കാരണം വെള്ളം കൂടി കണ്ടിട്ട് അങ്ങനെ തോന്നണേ. കറി തിളച്ച് വന്നപ്പോൾ അതേ നമ്മൾ ചിക്കനും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി അവിടെ വെച്ചേക്കാം കേട്ടോ. ചെറുതീയിലിരുന്നത് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സാലി കടയിൽ പോയപ്പോൾ ഞാൻ കറക്റ്റ് പൈസയാണ് കേട്ടോ കൊടുത്തു വിട്ടത്. അപ്പോൾ അതാണ് ആൾ എൻ്റെ അടുത്ത് പറയണേ, ഇക്ക ചോദിച്ചു എന്ന് എന്നാ മോനും മിഠായി മേടിക്കാനുള്ള പൈസ കിട്ടിയില്ലാരേന്ന് പറഞ്ഞ് ആൾ കളിയാക്കിയിരുന്നു കൊച്ചിന്. അപ്പോൾ ഞാനങ്ങനെ മിഠായി മേടിക്കാനൊന്നും കയ്യിൽ പൈസ കൊടുത്ത് വിടാറില്ല കേട്ടോ. അങ്ങനെ ഒരു ശീലം ഞാൻ ചെയ്ത് വച്ചിട്ടില്ല. വാപ്പായോ അല്ലെങ്കിൽ ഇക്കായോ വരുമ്പോൾ മിഠായിയൊക്കെ മേടിച്ച് കൊടുക്കലാണ് ഇതുവരെ. ഇനി ഭാവിയിൽ എങ്ങനെയാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ശീലം വെച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞോളുടെ ഡ്രസ്സൊക്കെ ഞാൻ അവിടെ ഡ്രൈൻ ചെയ്യാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം കുഞ്ഞോളുടെ മാത്രം ഞാനൊന്ന് ഉണക്കിയെടുക്കും. കാരണം എന്ന് വെച്ചാൽ കൊച്ചിൻ്റെ പിറ്റേന്നത്തേക്ക് തുണി ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ഉണക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വിരിച്ചിടണം. അപ്പോൾ ഞാൻ അകത്ത് തന്നെയാണ് കൊച്ചിൻ്റെ വിരിച്ചിടണം. കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും വിരിച്ചിടാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഉണങ്ങി കിട്ടാൻ വേണമല്ലോ. അപ്പോൾ ഫാൻ ഇടുന്ന റൂമിലേക്ക് ആയിട്ട് ഞാനങ്ങ് വിരിച്ചിടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോന് കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോന് എന്താ പറയുക, ലൈറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ടാവും. നിങ്ങളൊന്ന് ക്ഷമിക്കാം, എൻ്റെ കയ്യിൽ ലൈറ്റ് ഇല്ല കേട്ടോ. ഞാൻ ഒരുപാട് ലൈറ്റ് മേടിച്ചതാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നല്ല അനുസരണയുള്ള പിള്ളേരായതുകൊണ്ട് തന്നെ എല്ലാം നശിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഓൾറെഡി ഉണക്കാൻ കുറേ തുണികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചിട്ട് വേണം നമുക്ക് വിരിച്ചിടാനായി. ഈ സമയം കൊണ്ട് ഇതേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പത്തിരിക്കും കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ചാറിനാണ് കേട്ടോ കറി എടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ നല്ല തോർച്ച കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് മുറ്റടിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി നാളായിട്ടോ മുറ്റമൊക്കെ അടിച്ചിട്ട്. നമ്മുടെ കുഞ്ഞോള് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ മുറ്റം അടിച്ചിട്ടേ ഇല്ല കേട്ടോ. കാരണം പിന്നെ എനിക്ക് ഛർദി തുടങ്ങി കിടപ്പിലായി പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും എന്നെയും കൊണ്ട് വീട്ടിലങ്ങനെ മുറ്റമൊന്നും അടുപ്പിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്ക ലീവിന് വന്ന ദിവസങ്ങളിലാണ് ഇക്കയാണ് മുറ്റമൊക്കെ അടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ കുട്ടി ഉണ്ടായിട്ടാണെങ്കിലും 3 മാസത്തോളമൊക്കെ ആയി. പക്ഷേ ഇതുവരെ ഞാൻ എന്താ പറയുക ചെയ്യാറുണ്ടായിരുന്നില്ല. മെയിനായിട്ട് മഴയായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ മുറ്റടിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ തോർച്ച കണ്ടപ്പോൾ അങ്ങ് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇക്ക വരുമ്പോൾ ഇനിയിപ്പോൾ ഇക്ക അടിച്ചു വരാൻ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഇക്കടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കത്തില്ല കേട്ടോ മുറ്റടിക്കാണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ഫോഴ്സ് ചെയ്യുമൊന്നുമില്ല, ആൾ തന്നെ ഇറങ്ങി അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആൾക്ക് ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നത് കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കണ്ടെന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ആൾക്ക് ഇഷ്ടപ്പെടുകയൊന്നുമില്ലായിരുന്നു അടിക്കണ്ടെന്നൊക്കെ പറയണ സമയത്ത്. പക്ഷേ എന്താ പറയുക, ആൾക്ക് നിർബന്ധമായിരുന്നു എന്ന് മുറ്റടിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്യാനൊന്നും ആരുമില്ല കേട്ടോ. വീട്ടിൽ നമ്മളുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്ന ആളാണ് ഹസ്ബൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്യൊന്നുമില്ല. അടിച്ചു വാരെന്നൊക്കെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യൊന്നുമില്ല. നമ്മുടെ അവസ്ഥകളൊക്കെ പുള്ളിക്കാരനറിയാം. അപ്പോൾ ആൾക്ക് സമയം കിട്ടുമ്പോൾ ആൾ തന്നെ അങ്ങ് ചെയ്യുള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യിക്കാനൊന്നും നടക്കത്തൊന്നുമില്ല. അപ്പോൾ ആ ഫ്രണ്ട് വശം മാത്രമല്ല കേട്ടോ, ബാക്കിലും ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് അടിക്കാനൊക്കെ. അങ്ങനെ മുറ്റടിക്കൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളൊരു റെസ്റ്റ് എടുക്കലായിരുന്നു കേട്ടോ. റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് ഇതേ മഗ്‌രിബ് സമയമൊക്കെ ആയപ്പോഴേക്കും ഉമ്മച്ചി നോമ്പ് തുറക്കാണ് കേട്ടോ. ഉമ്മച്ചിക്ക് നോമ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നോമ്പുള്ള ആൾക്ക് നോമ്പ് തുറക്കണേക്കാൾ ധൃതിയാണ് കേട്ടോ അവിടെ പിള്ളേർക്ക് നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ അതേ പത്തിരിയും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കൂടുതലാണ് അവർക്ക്. അങ്ങനെ അവരും ഉമ്മച്ചിയും ഒക്കെ കഴിക്കാണ്. അതേ രാത്രി കഴിഞ്ഞപ്പോൾ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസമായി ആൾ ഡ്യൂട്ടിക്ക് പോയിട്ട് ഇന്നാണ് വരുന്നത്. അപ്പോൾ കുറേ സാധനങ്ങൾ ആളുടെ കയ്യിലുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ ആളെ കാണാനായിട്ട്. വന്നപ്പോൾ 10:30 ആയിട്ടോ. അപ്പോൾ പിള്ളേർ ഉറങ്ങിയിട്ടൊന്നുമില്ല. എൻ്റെ പിള്ളേർ അങ്ങനെ 10:30ക്കൊന്നും ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങേണ്ട പിള്ളേരാണ്. അപ്പോൾ എന്താ പറയുക, ഇവർക്ക് ഭയങ്കര ആകാംക്ഷ, ഇക്ക എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഒരു കൊതുകിൻ്റെ ബാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊതുകിനെയും കൊണ്ട് ഭയങ്കര ശല്യമാണ്. ആ മഴ നിന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൊതുകിൻ്റെ ശല്യം. അപ്പോൾ ഹണ്ടർന്നാണ് തോന്നുന്നു കേട്ടോ. ആ ഒരു ബാറ്റാണ് നമ്മൾ വാങ്ങിയത്. നല്ല ബാറ്റാണ് കേട്ടോ. നമ്മൾ ഈ സാധാ ലോക്കൽ സാധനമൊക്കെ മേടിക്കുന്നതിലും നല്ല ബാറ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ കടല, പയർ അതൊക്കെ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങൾ, കുപ്പികളില്ലായിരുന്നു കേട്ടോ. കുറേ എന്താ പറയുക ചില്ലിൻ്റെ പാത്രങ്ങളായിരുന്നു. അതൊക്കെ എൻ്റെ പിള്ളേർ എന്താ പറയുക എല്ലാം സെറ്റാക്കി എല്ലാം പൊട്ടിച്ചു നശിപ്പിച്ചു. അപ്പോൾ അത് കാരണം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കുറച്ച് കുപ്പി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വില കുറഞ്ഞ കുപ്പി മേടിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എത്ര വിലയുടെ മേടിച്ചാലും ഇവിടെ കാര്യമൊന്നുമില്ല. പിന്നെ പിള്ളേർക്ക് ഇതേ കറി കൊണ്ടുപോകാനായിട്ട് കണ്ടെയ്നർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്
പ്ലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ മേടിച്ചത്. പക്ഷെ അത് 2 ദിവസം സ്കൂളിൽ കൊണ്ടുപോയപ്പോഴേക്കും അതും പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ലഞ്ച് ബോക്സ് ഈ തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലഞ്ച് ബോക്സ് ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നത് കേട്ടോ ആളെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീലാണ്, പക്ഷേ പുറം ഭാഗം പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. അപ്പോഴും ചൂടാറിയിട്ട് തന്നെയാണ് നമുക്ക് കൊടുത്തു വിടാൻ പറ്റുള്ളൂ, കാരണം മുകളിലത്തെ കോട്ടിങ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വ്ളോഗിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ ഓക്കെ, ബൈ, താങ്ക്